ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ജെലി വിത്ത് കസ്റ്റാർഡ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്ക് ജെലി ഉണ്ടാക്കി ഒന്ന് ഫ്രീസറിലോട്ട് വെക്കണം, ഒന്ന് കട്ടിയാക്കി എടുക്കാൻ വേണ്ടി. അതൊന്ന് നമുക്ക് തയ്യാറാക്കാം. ജെലിയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ ഇതുപോലൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു പാക്കറ്റ് ജെലി എടുക്കാം. ജെലി പൊട്ടിച്ച് നമുക്ക് അതിനകത്തോട്ട് ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഗ്ലാസ്സിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ല തിളച്ച ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച ഒരു ഗ്ലാസ് ഇത് തിളപ്പിച്ച് കെറ്റലിൽ ഞാൻ കൊണ്ടുവന്നതിന് നല്ല തിളയ്ക്കുന്ന വെള്ളമാണ്. നല്ല ചായക്കൊപ്പം ഉള്ള ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു ഗ്ലാസ് ഇത് ചായ ആയിട്ട് കുടിക്കുകയും ചെയ്യാം കേട്ടോ. ചൂടോടെ ആവശ്യമുള്ളവർക്ക് കുടിക്കുകയും ചെയ്യാം മക്കളെ. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ഇതൊന്ന് കലക്കിയതിന് ശേഷം നോക്കിയേ. ഇനി അതുപോലെ അത് കലക്കിയതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ് കോൾഡ് വാട്ടറും കൂടെ വീട്ടിൽ കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ഒഴിക്കുന്നില്ല, ഞാനൊരു 3/4 ഗ്ലാസ്സേ ഒഴിക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് കട്ടി വേണം. ഓവർ ജെലി വേണമെന്നുള്ളവർക്ക് 2 ഗ്ലാസ് ഒഴിക്കുക, ഇല്ലാത്തവർക്ക് ഇത്ര ഒഴിച്ചാൽ മതി കേട്ടോ. കണ്ടല്ലോ, ഞാൻ 1.25 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഒരു മോൾഡ് എടുത്തിട്ട് അതിലോട്ട് വീഴ്ത്തിയിട്ട് നമുക്കൊന്ന് ഫ്രീസറിലോട്ട് വെച്ചിട്ട് കട്ടിയാക്കി എടുക്കണം. അതാണ് ഇതിൻ്റെ മെത്തേഡ് കേട്ടോ. എന്നിട്ട് വേണം ബാക്കിയുള്ള കസ്റ്റാർഡൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പോകാൻ. ഇത് റെഡിയായതിന് ശേഷം മാത്രമേ കസ്റ്റാർഡ് തയ്യാറാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമുക്ക് ഇതൊന്ന് തയ്യാറാക്കി എടുക്കാം. അപ്പം ഞാൻ ജെലി ഇതിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടെ ഒഴിച്ച് കാണിച്ചു തരാം. ഞാൻ അപ്പോഴേ വീഡിയോ സ്കിപ്പായി പോയെന്ന് ഞാൻ കണ്ടില്ല, എനിക്ക് തോന്നുന്നു. ഇതുപോലുള്ളൊരു മോൾഡ് എടുക്കുക. മോൾഡിനകത്ത് ഇതുപോലെ കപ്പ് കേക്കിൻ്റെ ഒരു ട്രേ എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കണ്ടല്ലോ, ഇത് മറിയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തിട്ട് ഫ്രീസറിനകത്തോട്ട് വെച്ചും കൊണ്ട് ഇതൊന്ന് കട്ടിയാക്കി എടുക്കണം. നമുക്ക് ഇന്നാ പോകാം വീഡിയോയിലോട്ട്. ഫ്രീസറിനകത്തോട്ട് വെക്കാനായിട്ട് പോകാം. നിങ്ങൾ കണ്ടു നോക്കിക്കണി. ജെലി ഞാൻ ഒഴിച്ച് കേക്കിൻ്റെ ട്രേരെ മറു സൈഡ് എടുത്തും കൊണ്ട് അതിലോട്ട് വെച്ച് ഇതുപോലെ പകുതി ഒഴിച്ചിട്ട് കൂളാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്, തണുപ്പിക്കാനായിട്ട്. നല്ല കുറച്ച് ഐസ് കണക്കാവണം. അതിന് ശേഷമാണ് നമുക്ക് കസ്റ്റാർഡ് കാച്ചി ഇതിൻ്റെ അടുത്ത വശത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടിയുള്ളത്. കണ്ടല്ലോ നിങ്ങൾ, ഇങ്ങനെ വേണം നിങ്ങൾ ചെയ്യാൻ കേട്ടോ. നമുക്ക് ജെലി ഉണ്ടാക്കി നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ കസ്റ്റാർഡ് ഒന്ന് കാച്ചണ്ടേ. നമുക്ക് കസ്റ്റാർഡ് കാച്ചാനായിട്ട് പോവാം. എന്തൊക്കെയാണ് അതിൽ ചേർക്കണേന്നൊന്ന് നോക്കാം. ഇതുപോലെ ഞാൻ ഒരു ചെമ്പെടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തീ ഓണാക്കിയിട്ടില്ല കേട്ടോ. നമുക്ക് ആദ്യം ഒന്ന് പാലൊഴിച്ചു കൊടുക്കാം. ഞാൻ 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 ലിറ്റർ പാല് കേട്ടോ. ഇത് 500 ഇനി അടുത്തത് 500 കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇത് 500 കപ്പാണ്. 1/2 ലിറ്ററിന്റെ കപ്പാണ്. അടുത്ത 500. 1 ലിറ്റർ പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 ലിറ്റർ പാല് നിങ്ങൾ കണ്ടു നോക്കി. അപ്പോൾ നിങ്ങൾക്കറിയാം. കണ്ടോ, ടേബിൾ സ്പൂണാണ്. 3 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് കേട്ടോ. 1 2 നിറച്ചെടുക്കുന്നുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് അടുത്തത് 250 ml 1 കപ്പ് നീഡോ പൗഡറാണ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കോൺ പൗഡറാണ് കേട്ടോ. കോൺ പൗഡറാണ്. ഈ കോൺ പൗഡർ ഞാൻ ഇതുപോലത്തെ 2 ടീസ്പൂണേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ടേബിൾ സ്പൂണാണ്, ടീസ്പൂണല്ല, ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. 2 ടീസ്പൂൺ കോൺ പൗഡറും കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം വനില എസൻസ് നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അത് ചേർത്തില്ലെന്നും പറഞ്ഞ് നമുക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് ഇതൊന്ന് കലക്കണം. നല്ലോണം ഒന്ന് കലക്കാം. നമുക്ക് ഇതൊട്ട് എല്ലാം കൂടെ നമുക്ക് ഇതൊന്ന് മിക്സാക്കി എടുക്കാം. നമുക്കിതൊന്ന് തീ ഒന്ന് ഓണാക്കി കൊടുക്കാമല്ലോ. ആ കട്ടയെല്ലാം ഞാൻ ഉടച്ചിട്ടുണ്ട്.
നല്ലപോലെ ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കിതൊന്ന് കാച്ചാനായിട്ട് വെക്കാം കേട്ടോ. തീ ഓണാക്കിയതാ, തീ ഇതാ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കുറുക്കിയെടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കാടെ. വാ, നമുക്ക് ഇതിന്റെ മധുരമൊക്കെ നോക്കാം. ഇത് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിന് നമുക്ക് കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. ഇതാ ഇവിടെ കുറുവി വന്നിട്ടുണ്ട്. ഇതിൽ ഞാൻ കുറച്ചും കൂടി പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 2 ഗ്ലാസ് പാലും കൂടെ. ഇത് ഞാൻ ഇപ്പോൾ 1.5 ലിറ്റർ പാലാണ് ഇതിൽ. അപ്പൊ നല്ല കട്ടിയായിരുന്നു. അപ്പൊ ഞാൻ 1/2 ലിറ്റർ പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം 1.5 ലിറ്റർ പാലാണ് കേട്ടോ. ബാക്കി എല്ലാ അളവും സെയിം അളവ് തന്നെയാണ്. പാല് മാത്രം നിങ്ങൾ 1.5 ലിറ്റർ എടുക്കണം. പക്ഷെ ഇത് നിങ്ങൾ ഇതിൽ കുറച്ചാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ അളവിൽ കൂട്ടയും കുറവേം ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ. അപ്പൊ ഇതിന്റെ മധുരം നമുക്കൊന്ന് നോക്കാം. മധുരം നോക്കിയതിന് ശേഷം നമുക്ക് കുറവാണെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. മധുരം കുറച്ച് കുറവാണ് കേട്ടോ. എല്ലാവർക്കും ഓവർ മധുരം വേണ്ട. ഈ മധുരം തന്നെ കണക്ക്. ഞാനൊരു 1/2 കപ്പിൽ കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്തല്ലോ. ഞാൻ നോക്കട്ടെ, ഒന്നും കൂടി നോക്കട്ടെ. എനിക്ക് നോക്കിയിട്ട് മധുരം ബാലൻസ് ചെയ്തപ്പോൾ അതിനോട്ട് കുറവ് നമുക്ക് തോന്നുന്നു. മധുരമൊക്കെ ഇത്ര മതി കേട്ടോ. ചിലർക്ക് മധുരം കുറച്ച് മതി, ചിലർക്ക് മധുരം കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ പഞ്ചസാര ഇനി ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് 1 ടീസ്പൂൺ കണ്ടൻസ് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. നിങ്ങളെ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യിൽ പൊട്ടിച്ച കണ്ടൻസ് മിൽക്ക് ഉണ്ട്. അപ്പൊ നമുക്കതിൽ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഓവർ വേണ്ട കേട്ടോ. ഓവർ മധുരമായ സ്വീറ്റ് ഒന്നും കൊള്ളൂല. അപ്പൊ 1 ടീസ്പൂൺ മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പൊ അതിന്റെ മധുരം നല്ല ബാലൻസ് ആയിട്ട് കിട്ടും. അപ്പൊ കണ്ട, 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഒരു അല്പം റോസ് വാട്ടറും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാനുണ്ട്. കണ്ടല്ലോ, 1 ടീസ്പൂൺ റോസ് വാട്ടർ ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ വേണ്ട, കുറച്ച് മതി. കണ്ട, എനിക്കിതൊക്കെ അളവ് എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ടാണ് ഞാൻ സ്പൂൺ എടുത്ത് കാണിക്കാതെ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ 1 ടീസ്പൂൺ മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട്. കണ്ടല്ലോ, ഞാൻ തീ ഓഫാക്കാൻ പോവുകയാണ്. കണ്ട, അടിപൊളിയായിട്ട് നല്ല ലൂസും അല്ല. കണ്ട, ഇതാ നോക്കിക്കേ, ഇതുപോലെ ആക്കി എടുക്കണം കേട്ടോ. അടിപൊളിയായിട്ട് നല്ലതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ തീ ഓഫാക്കാൻ പോവുകയാണ് മക്കളെ. തീ ഓഫാക്കി കേട്ടാ, തീ ഓഫാക്കിയിട്ടുണ്ട്. ഇതാ നമ്മൾ കാച്ചി വെച്ച ജെലി ഫ്രീസറിൽ വെച്ചിരുന്നല്ലോ, അതിവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കിക്കേ. പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ അത് ഞാൻ പുറത്തെടുത്തു. അടുത്തത് നമ്മൾ ഇത് കാച്ചി വെച്ചല്ലോ കസ്റ്റാർഡ്, അതും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഒഴിക്കണേന്നൊന്ന് നോക്കാം. ബാ, ഇത് കണ്ട, ഒരു സൈഡല്ലോ ഉള്ളു. കണ്ടല്ലോ, ഒരു സൈഡല്ലോ ഉള്ളു. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇതെടുത്തിട്ട് എല്ലാം പുറത്തെടുക്കാം. പുറത്തെടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിലോട്ട് നമ്മൾ ഡിസൈനായിട്ട് ചെയ്യണേ നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടോ നോക്കിക്കേ. കണ്ടോ, നമ്മൾ ക്ലാസ് കൊടുത്ത് എല്ലാം എടുത്തിട്ടുണ്ട്. നിങ്ങളെ മുമ്പിലോട്ട് ഞാൻ ഇതാ ഇവിടെ നിരത്തി വെക്കുന്നു. കണ്ടല്ലോ, ഇതാ എല്ലാം ഞാൻ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ കാച്ചി വെച്ച കസ്റ്റാർഡാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ. നമ്മൾ കാച്ചി വെച്ച കസ്റ്റാർഡ് ഞാൻ ഒരു കപ്പിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇനി നിങ്ങൾ ഇത് ഫ്രീസറിൽ വെക്കണ്ട. കാച്ചി വെച്ച കസ്റ്റാർഡാണ് ഇത്. കണ്ടല്ലോ ഒരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് നമ്മൾ ഫ്രീസറിൽ വെച്ച ജെലിക്കകത്തോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ല. കണ്ടോ, ഇനി ഇത് ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി ഇത് ഫ്രീസറിൽ വെക്കണ്ട. ഇനി നേരെ കൊണ്ടുചെന്ന് ഫ്രിഡ്ജിൽ വെക്കുക. എന്നിട്ട് ഇതിന്റെ മുകളിൽ ഒരു ചെറിയോ എന്തെങ്കിലും ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ മക്കളെ. വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എല്ലാവരും പറ്റുന്നവരെല്ലാം ഒന്ന് തയ്യാറാക്കി നോക്കുക.
ഞാൻ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട് നല്ല ഒരു സ്വീറ്റാണെന്നുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഞാൻ എല്ലാം ഒഴിച്ച് കാണിച്ചു തരാം. കണ്ടോ? അപ്പം നമ്മളെ ഇതെല്ലാം ഞാനിവിടെ ഒഴിച്ച് കാണിച്ചു തരാം മക്കളെ. നല്ല സൂപ്പറാണ് കേട്ടോ. കാണാനൊക്കെ എന്താ മൊഞ്ചാണെന്നറിയാമോ? ഇപ്പം ഞാനൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അത് നോക്കിക്കേ. ഇതൊക്കെ റംസാനിക്ക് എത്രയോ ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് വീഡിയോ എടുക്കാൻ അപ്പോഴും പോസ്റ്റ് ചെയ്യാൻ സമയമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം തന്നെ പോസ്റ്റ് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത് എല്ലാവരും കമൻ്റായിട്ട് അറിയിക്കുക. ആരും വിട്ടുപോകരുത്. കണ്ടോ മക്കളെ? ഇനി ഞാനൊരു പ്ലേറ്റിലോട്ട് അത് കാണിച്ചു തരാം. ഇപ്പം എങ്ങനെയുണ്ട് ആ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നൊന്ന് കണ്ടു നോക്കണേ. ഞാൻ ഇത് ഒരു പ്ലേറ്റിലോട്ട് ഇതൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഫ്രിഡ്ജിനകത്തോട്ട് വെക്കാൻ വേണ്ടിയാണ് പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നത്. പൊന്നുമക്കളുകളെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കേ എന്താണ് ഇതിൻ്റെ മൊഞ്ചെന്ന്. ഞാനൊരു പ്ലേറ്റിലോട്ട് ഇത് ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. കണ്ടു നോക്കിക്കേ മുത്തുമണികളെ. കണ്ട, ഇതാണ് മക്കളെ നമ്മളെ സ്വീറ്റ് കാര്യങ്ങൾ. അപ്പം ഈ ക്ലാസ്സിനേക്കാളും മൊഞ്ച് എനിക്ക് തോന്നിക്കുന്നത് ഇതാണ്. ഇത് സൂപ്പറാണ്. കണ്ട, ഇതാണ് നമുക്ക് മൊഞ്ച് കൂടുതൽ എടുത്ത് തോന്നിക്കുന്നത്. ഈ കുപ്പിയിലുണ്ടാക്കിയതാണ്. ക്ലാസ്സിനേക്കാളും മൊഞ്ച് എനിക്ക് തോന്നുന്നത് ഈ കുപ്പിയിലേതാണ്. അപ്പം ക്ലാസ്സിൻ്റെ ഞാൻ ബാക്കിലോട്ടാക്കിയിട്ട് ഇത് ഞാൻ ഫ്രണ്ടിലോട്ട് വെച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം കുട്ടികളെ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല വീഡിയോയ്ക്ക് വേണ്ടി കൂടെ കൂടുക. ഇത്രയൊക്കെയുള്ള എനിക്ക് പറയാനായിട്ട്. കണ്ടല്ലോ മുത്തുമണികളെ, എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. താങ്ക് യു ഫോർ വാച്ചിങ്.